പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗൃഹസ്ഥാശ്രമം എന്നതാണ്. ഗുരുകുലത്തിൽ പഠിച്ച പലതും ഗൃഹസ്ഥാശ്രമത്തിൽ ആചരിച്ച് പൂർത്തീകരിക്കേണ്ടതായുണ്ട്. അതിൽ വിജയിക്കുന്നവരാണ് ഗൃഹസ്ഥാശ്രമികൾ. മറിച്ചായാൽ ഗൃഹസ്ഥൻ എന്നതാണ്. ഇന്ദ്രിയജയം, പിതാവ് പാലിച്ചു വന്നിരുന്ന കർത്തവ്യങ്ങൾ, പരമ്പര നിലനിർത്തൽ, പഞ്ചമഹായജ്ഞം ആചരിക്കൽ, ഇവയെല്ലാം ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. ബ്രഹ്മചര്യ ആശ്രമത്തിൽ സമാവർത്തനം കഴിഞ്ഞാൽ നല്ലൊരു കുടുംബത്തിൽ നിന്നും ഒരു വധുവിനെ വിധിപ്രകാരം പങ്കാളിയാക്കണം. ഒരു പക്ഷിക്ക് അതിൻ്റെ കർത്തവ്യം പുറത്താൻ 2 ചിറകുകൾ ആവശ്യം പോലെ കുടുംബ പക്ഷികൾക്ക് ഗൃഹസ്ഥധർമ്മം പാലിക്കാൻ ശരീരമാകുന്ന 2 ചിറകുകൾ വേണം. പെൺചിറക് ഗൃഹസ്ഥധർമ്മങ്ങൾ ആചരിക്കുമ്പോൾ ആൺചിറക് പുറമേയുള്ള കടമകളെ ചെയ്യുന്നു. അങ്ങനെ 30 വർഷം കഴിയുമ്പോൾ വയസ്സ് 60 ആകും. ഗൃഹസ്ഥധർമ്മ പാലനം കഴിയാനാവും. ഇത്രയും കാലം ഭാര്യ ഭർത്താവായി പ്രവർത്തിച്ചിരുന്ന ശരീരമാകുന്ന 2 ചിറകുകളല്ല, 2ആയി പ്രവർത്തിച്ചിരുന്ന ഒന്നായ ആത്മാവാണ് ഞങ്ങൾ എന്ന് അനുഭവം കൊണ്ടും ആത്മജ്ഞാനം കൊണ്ടും തിരിച്ചറിയണം. അതിനെ സൂചിപ്പിക്കുന്നതാണ് 2 പേരിൽ കൂടി ഉണ്ടായ ഏകപുത്രൻ. ബ്രഹ്മചര്യ ആശ്രമത്തിൽ പാപം ചെയ്തിരുന്നില്ല. എന്നാൽ ഗൃഹസ്ഥാശ്രമം അറിഞ്ഞും അറിയാതെയും പാപം ചെയ്യേണ്ട ഒരു ഗ്രഹമാണ്. ധർമ്മമാർഗത്തിൽ ജീവിതം ഉന്തിയും തള്ളിയും പോകും. പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിൽ അനവധി ഉത്തരവാദിത്വമുണ്ട്. അതിനെല്ലാം പണം അത്യാവശ്യമാണ്. അതിനാൽ പാപം ചെയ്തേ പറ്റൂ. പിതൃക്കൾക്ക് തർപ്പണാദികൾ, പാപക്ഷയത്തിന് ഹോമപൂജാദികൾ, ബന്ധുമിത്രങ്ങൾക്ക് വിവാഹം, ഗൃഹപ്രവേശം, ചരമകാലത്ത് കൊടുത്തു സഹായം, ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ സംരക്ഷിക്കൽ, മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, മാതാപിതാക്കളുടെ സംരക്ഷണം, രാജ്യഭരണത്തിന് നികുതി പോലുള്ള ഉത്തരവാദിത്വം അനവധിയാണ്. കഴുത ആർക്ക് വേണ്ടിയോ ഭാരം ചുമക്കും പോലെ നാമും കഠിനമായ അധ്വാനങ്ങൾ ചെയ്യേണ്ടതായി വരുന്നു. ഇതിലുണ്ടാകുന്ന പാപം നശിപ്പിക്കലാണ് വാനപ്രസ്ഥാശ്രമം. ഗൃഹധർമ്മം ആചരണത്തിലൂടെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷമാകുന്ന പുരുഷാർത്ഥം നേടണം. ധർമ്മം എന്നാൽ പഠിച്ച് അറിഞ്ഞതിനെ ആചരിക്കലാണ്. അർത്ഥം എന്നാൽ ധനസമ്പാദനമല്ല, ഗൃഹസ്ഥാശ്രമ ധർമ്മ പൂർത്തീകരിക്കലാണ്. കാമമെന്നാൽ സ്ത്രീ മധ്യ ഭൗതിക സുഖം അനുഭവിക്കലല്ല, ലക്ഷ്യം മോക്ഷമാണ്. ആ ശ്രമം, ആ വഴി തെളിയിക്കലാണ്. സന്യാസധർമ്മമാണ് മോക്ഷം. പഞ്ചമഹായജ്ഞത്തെ അടുത്ത വീഡിയോയിൽ പറയാം. പിതൃക്കൾ പുത്രനുണ്ടാകുമ്പോഴാണ് പൂർണ്ണ തൃപ്തരാകുന്നത്. എങ്ങനെയുള്ള പുത്രൻ എന്ന് നോക്കാം. മദ്യലഹരിയിലോ മതമിളകിയോ ഒരുവരുടെ ആഗ്രഹത്തിന് മറ്റവർ വഴങ്ങിയോ അന്യസ്ത്രീയിലോ ഉണ്ടായ പുത്രനാൽ പിതൃക്കൾ നരകത്തിൽ നിന്നോ അധമയോനികളിൽ നിന്നോ ഒരു കാലത്തും കരകയറില്ല. നല്ല കാലവും നേരവും നോക്കിയും ഋതുകാല അശുദ്ധി മാറി ശുചിയായിരിക്കുമ്പോൾ കുല ദേശ ദൈവങ്ങളെ പിതൃപരമ്പരയെയും മനസ്സിൽ ധ്യാനിച്ച് ദമ്പതിമാർ 2 പേരും ഒരേ മനസ്സോടെ പുത്രോത്പാദനം ഒരു പൂജ പോലെ കരുതി ധർമ്മം ആചരിക്കുന്ന സൽപുത്രനുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച് ബന്ധം സ്ഥാപിക്കണം. ഗർഭാധാരണം പൂർണ്ണമായ ശേഷം ശിശുവിന് ജന്മം കൊടുക്കുന്ന മാതാവ് പ്രസവം കഴിയും വരെ മാനസിക ദേഹ പീഡനങ്ങൾ ഇല്ലാതെയും സദാ ആനന്ദവതിയായും തീർത്ഥ ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയും സഹസ്രനാമ ഭാഗവതാദി പുരാണങ്ങൾ വായിക്കുകയും ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും TV, മൊബൈൽ നല്ലത് മാത്രം കേൾക്കുകയും പരമാവധി ഉപയോഗം കുറയ്ക്കുകയും മനസാ വാച കർമ്മണ ഒരു പ്രാണികളെയും ഹിംസിക്കാതെയും സത്യം പറയുകയും പകൽ ഉറങ്ങാതെയും രാത്രി ഉറക്കമിഴിക്കാതെയും ഉപ്പ്, എരിവ്, പുളി കുറഞ്ഞ സാത്വിക ഭക്ഷണങ്ങൾ മിതമായി കഴിക്കുകയും അറിവുള്ളവരുടെ ഉപദേശം പോലെ മാതാവിനും ശിശുവിനും അത്യാവശ്യം പോഷകാഹാരം വേണ്ടതും ദുർജന സമ്പർക്കം, ദുരാലോചനകൾ പൂർണ്ണമായി ഒഴിവാക്കിയും വേണം ജീവിക്കേണ്ടത്. ഈ നോൻപ് നോക്കിയാൽ പ്രഹ്ലാദനെ പോലൊരു നല്ല പുത്രനുണ്ടാവും. നാടിനും വീടിനും പരമ്പരയ്ക്കും ധർമ്മത്തിനും ഈ പുത്രനെ കൊണ്ട് നന്മയുണ്ടാവും.
ആ പുത്രനാൽ അങ്ങോട്ട് 10ഉം പിന്നോട്ട് 10ഉം താനും കൂടി 21 തലമുറകൾക്ക് മുക്തി ഉണ്ടാവാനോ അല്ലെങ്കിൽ ശുദ്ധീകരിക്കുകയോ പെടും. ദുര്യോധനാദികളെ പോലെ 100 പുത്രന്മാർ ഉണ്ടായാൽ നാടും കുലവും ഒടിയും. ഇപ്പോൾ ഉള്ളതെല്ലാം ഗൃഹസ്ഥന്മാരാണ്. മക്കളെ ഉൽപ്പാദിക്കുക, നന്നായി വളർത്തുക, പഠിപ്പിക്കുക, കോഴ കൊടുത്ത് ജോലി നേടുക, അധർമ്മ വഴിയിൽ കോടികൾ നേടുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, നാടിനോ നാട്ടാർക്കോ ഒരു ഗുണവുമില്ലാതെ ചത്തുപോവുക. നല്ല സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ പൂർവജന്മ പുണ്യവും ഈശ്വര അനുഗ്രഹവും ഉണ്ടായേ തീരൂ. ഹരി ഓം.